മലയാളം പാഠം 27 ദാരിദ്ര്യം. ദാരിദ്ര്യോ അത് വേണ്ട. പാഠം 28 ആരോഗ്യം. എന്താണ് രച്ച? അത് ഞാൻ എന്റെ ആരോഗ്യം നിൽക്കാമേ. ഞാൻ അങ്ങോട്ട് വന്നാലേ എന്റെ ആരോഗ്യം അറിയും. വേണ്ടായിരുന്നു. പശു നമുക്ക് കാച്ചിയ പാത്തിരുന്നു. പശു നമുക്ക് കാച്ചിയ പാത്തിരുന്നു. പശു നമുക്ക് കാച്ചിയ പാത്തിരുന്നു. പശു നമുക്ക് കാച്ചിയ പാത്തിരുന്നു. പശു കാച്ചിയ പാലോ ചെലപ്പോ മോരൻ. മാഷ്മാരൊരു കാര്യം ഒക്കെ തെറ്റാ. പശു നമുക്ക് പാൽ അച്ഛൻ വന്നാലേ അടുക്കളയിൽ മീൻ കൂടി വെച്ചിട്ടുണ്ട്, അതെടുത്ത് കറി വെക്കാൻ പറയണം. തേങ്ങ നന്നായിട്ട് അരയ്ക്കാൻ പറയണം. ഇതൊക്കെ എടുത്ത് അരക്കിടാൻ പറയണം. പിന്നെ നീ ഇന്ന് പഠിച്ചോളണം. പശു നമുക്ക് പാൽ തരുന്നു. പശു നമുക്ക് അമ്മ പോയി ശരിയാണേ. എന്റെ അച്ഛൻ്റെ കഷ്ടപ്പാട് എന്റെ അച്ഛൻ ഉണ്ടാക്കി ഈശ്വരാ ഇങ്ങനെയായിപ്പോയത്. ചിലപ്പോ അമ്മ ഇങ്ങനെയായിരിക്കും, അച്ഛൻ ഇങ്ങനാ. ഇങ്ങനെ കഷ്ടപ്പാട് ഇങ്ങനെയാ. അതിന് അമ്മയുടെ മാത്രം കുറിക്കാൻ വേണ്ടി യാതൊരു കാര്യമില്ല. ഇപ്പൊ ടിവിയിലുണ്ട് മാത്രം സീരിയലാ. 7 മണിക്ക് കല്യാണം, 8 മണിക്ക് കസ്തൂരിമാൻ, 8:30 വാനമ്പാടി, 9 മണിക്ക് എന്തേനീന്ന് അതല്ല എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. 9 മണിക്ക് എന്തേന് ഈശ്വരാ. എന്തായാലും അരച്ച് കാലം മണിക്കൂറായിട്ട് മുഖച്ചിന് മാറുന്നു. മോളെ അമ്മയോടെ പോയി. അമ്മ സീരിയൽ കാണാൻ പോയി. ഒടുക്കത്തൊരു സീരിയലാ. പണ്ടൊക്കെ ഉച്ചക്ക് 2:30 മണിക്കാണ് സീരിയൽ തുടങ്ങുക. ഇപ്പൊ രാവിലെ തുടങ്ങല്ലേ. പണ്ടൊക്കെ പരസ്പര ക്യാപ്റ്റനിലുള്ള അടുക്കളയിൽ കിട്ടിയായിരുന്നു. അപ്പൊ അതില്ലല്ലോ. ഏഷ്യാനെറ്റ് സൂര്യനിലേക്ക്, സൂര്യന് കൈരളിയിലേക്ക്, അതുപോലെ അമ്മന്റെ അമൃതയിലേക്ക് മോളെ. എന്തൊക്കെ സീരിയലിന്റെ കാര്യങ്ങളൊക്കെ എന്താ പറയാനുള്ളത്? 20-ാം മാസം ശാലിനി, 24-ാം ഗാനം പാടി ഇന്ന് പാടുമോ ഇല്ല നാളെ പാടും? അതോ പാടൂലേ? കറുത്ത മുക്കിൽ അനിയത്തിക്കാൻ നടക്കുക ഏടത്തിന്റെ ഭർത്താവിന്റെ പാടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അനിയത്തിക്കാൻ നടക്കുക ഏടത്തിന്റെ ഭർത്താവിന്റെ പാടും. ബാലേട്ടാ ബാലേട്ടാന്ന് പറഞ്ഞു കണ്ടിക്കാൻ കുറച്ച് ഉൾപ്പില്ലാത്ത പെണ്ണുങ്ങളും
നിങ്ങൾക്ക് വന്നാ കിട്ടൂ. ഇവിടെ കുറെ പണിയുണ്ട്. ഇതെന്താ സാരിന്റെ ജില്ലാ സമ്മേളനം? ഇതൊക്കെ വനജൻ തന്നെയാണോ? സരിതയ്ക്ക് ഉണ്ടാവും എത്ര? ഇത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ട്. ഇതെന്താ തീരുമ്പോ പണിയത്? ഞാൻ കുപ്പിന്ന് വന്ന ഭൂതോ? കുപ്പിന്ന് വന്ന ഭൂതത്തി ഇതിനെക്കാട്ടി സൈഡാ വച്ചാ. ഇരുന്ന് പഠിക്കലായിരുന്നു. ഇനി അരക്കണം, തിരുമണം, ഇതൊക്കെ പണിയുണ്ട്. അച്ഛാ ഒരു പാവാട കൂടി ഉണ്ടേ. അമ്മന്റെ ഒരു പാവാട. പാവാട അമ്മേനെയാ. പാവാടയാ? വേണ്ടട്ടോ ഉള്ളേനാണ് പാവാടയത്. നീ അമ്മന്റെ പാവാട ഇതിന് പഠിക്കാറുണ്ട്. അമ്മന്റെ പാവാട നോക്കി നടക്കുന്നത്. അമ്മാരി തന്നെ ഇന്നോടോ? ആരോടെങ്കിലും ഒന്നും വേണ്ടേ? ഇന്റെ മതന്റെ വിചാരിച്ചാലേ അതൊന്ന് 10 ടീ വാങ്ങാൻ പറ്റും. ഉടുപ്പില്ലാത്തോട് അമ്മേ സീത കല്യാണോട് പറഞ്ഞോ? എന്റെ അച്ഛന് തല അല്ലാത്തൊന്നുമില്ല. അതന്നെ പ്രശ്നം. ആ വക്കീലിന്റെ വീട്ടില് സീരിയല് കാണാൻ പോയി ആ കണ്ണന്റെ മുഖം ഒന്ന് കാണണം. ഐഡിയ ശാസ്ത്രിക്കുന്ന ശരത്തിനെ പോലെ കൂവനെ പോലെ എങ്ങനാ? അങ്ങനെ തന്നെയാ. അല്ലെങ്കിൽ ഒക്കെ എന്റെ വിദ്യ. ആരോട് പറയാനാ? അല്ലെങ്കിൽ നിങ്ങൾ പറയും ഇന്നത്തെ കാലത്ത് ഏത് വീട്ടിലൊരു ടി വി ഇല്ലാത്തത്? ടി വി ഇല്ലാത്ത ഈ വീട് ഇവിടെ ഒരു നരകം തന്നെയാ. ഒക്കെ എന്റെ വിദ്യ. കരയില്ല അമ്മേ. എത്ര നല്ല കല്യാണത്തിന് വന്നതറിയ എനിക്ക്. നീലക്കുയിലെ ആദ്യനെ പോലൊരു ജേർണലിസ്റ്റ്, കസ്തൂരിമാനെ ജീവയെ പോലൊരു ആക്ടർ, കല്യാണം പോലൊരു ബിസിനസ്സുകാരൻ. എന്നിട്ട് അവസാനം ഈ ചെതല് കുറിച്ച മദ്യസൂപ്പനാണല്ലോ ഈശ്വര ഒക്കെ രീതിയാ. അതുകൊണ്ട് പറയാനാ എന്തേ വനജ എനിക്ക് പറ്റി? എന്തേ മോളെ എനിക്ക് പറ്റിയേ? കായ് കൂടുന്നേ അച്ഛനാടി. എന്തേ വനജ പറ്റി? ഉപ്പുണ്ടോ, മുളകുണ്ടോ, മഞ്ഞളുണ്ടോ? സോപ്പില്ല, സോപ്പും കൂടി ഇല്ല, സാരമില്ല. ഇവിടെ മനസ്സമാധാനവും ഇല്ല. അത് വാങ്ങാനും കിട്ടൂല. അതൊക്കെ പോട്ടെ. ഈ വീട്ടില് ഒരു ടി വി ഉണ്ടോ? അതാണ് റൂട്ട്. ഫ്രിഡ്ജ് ഇല്ല, വാഷിംഗ് മെഷീൻ ഇല്ല. എന്തിന് 5ാം ക്ലാസ് പഠിക്കുന്നതിന്റെ കുട്ടിക്ക് കളിക്ക് ഒരു ലാപ്ടോപ്പും കൂടി ഇല്ല. അതൊരു പുതിയ അറിവാണല്ലോ. എന്റെ അച്ഛനോട് അന്നേ പറഞ്ഞതാ. എന്റെ അച്ഛൻ പറഞ്ഞേ? ഈശ്വര ഇങ്ങനെ ഒരു മണകൊണാഞ്ചൻ. ഈശ്വര എത്രടി വെറുതെ വെട്ടി പോകുന്നു. അതും വെറുതെ. അല്ലെങ്കിൽ വേനൽക്കാലത്ത് എവിടുന്നാലും ഇടി നാളെ പേടിപ്പിക്കണേ. ഉണ്ട് നാട്ടില്. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഇവിടുത്തെ
എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു. യുവാവിന്റെ ജീവിതം വീണ്ടും ഇരുട്ടിലേക്ക്. തിങ്കൾ മുതൽ വെള്ളിവരലുകളുടെ സ്വന്തം ചന്ദ്രാ ടി വി മുടങ്ങാതെ കാണുക. സ്ത്രീ ഒരു പേര്. ഇത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ അത് ആ ബോട്ടിലേക്ക് ഒരു സ്വപ്നം കിട്ടി നാട്ടിലെ പണക്കാരനായ മജീദിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്നു. തുടർന്ന് കാണുക കൊമേഴ്ഷ്യൽ ബ്രേക്ക്. ഞങ്ങളുടെ വീട്ടിൽ പുതിയ ടി വി വാങ്ങിയല്ലോ. നിങ്ങളുടെ വീട്ടിലെക്കാട്ടി വലുതാ. അതിനുള്ളോട്ട് കയറി നോക്കിയോ? പോയി ഇരുന്ന് പഠിക്കല്ലേ നമുക്ക്? നിനക്ക് എന്താ പരീക്ഷ? 9-ാം തീയതി. എന്നാ 9-ാം തീയതി? നാളെ പരീക്ഷ. നാളെ പരീക്ഷയ്ക്ക് അച്ഛൻ ടി വി വാങ്ങിച്ചിട്ട് അമ്മ തീരാണെന്ന് എഴുതിച്ചോണ്ടി. കഴിഞ്ഞ പരീക്ഷ മൊത്തം മട്ട പൂജയാ. എത്ര? അര മാർക്കേ. ഇരുന്ന് പഠിച്ചൂടായിരുന്നേ. പാത്രം വായിച്ചു ഒരാഴ്ച. ഇപ്പോഴത്തെ പത്രത്തിൽ എന്തൊക്കെയാ വാർത്ത? കൊലപാതകം, വെട്ടിക്കൊല്ലം, പീഡനം. മോള് പുറത്തേക്കൊന്നും പോരുതിട്ടോ. അതെന്താ? അതങ്ങനെയാ. വായിക്കാൻ നോക്ക്. ഗുജറാത്തിൽ കലാപം, 5 പേർ കൊല്ലപ്പെട്ടു. വെറുതെ അല്ല ഇന്നലെ രാത്രി നെടുവളം കരഞ്ഞത്. ഗുജറാത്തിൽ നെടുവിടാൻ എന്തിന് ഗുജറാത്ത് വന്നിക്കും മോളെ? അതൊക്കെ ഇപ്പഴും മനുഷ്യന്മാർക്കല്ലേ. ഒരു പ്രസവത്തിൽ 5 കുഞ്ഞുങ്ങൾ. മോളൊക്കെ സമ്മതിക്കണം. വടക്കാഞ്ചേരി രാജമ്മാൾ ഒറ്റ പ്രസവത്തിൽ 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. 5 എണ്ണം അവിടെ പോകുമ്പോ ഇവിടെ 5 എണ്ണം വരുന്നുണ്ട്. അടുത്ത വാർത്ത എന്താണ്? ചന്ദ്ര ടി വിയിൽ മുടങ്ങാതെ കാണുക. ഭദ്രച്ചിററ. നോക്കട്ടെ. അത് സീരിയലാ. അത് പുതിയ ലിപിയാനെ കൊണ്ടാ. പഴയ ലിപിയാണെങ്കിൽ ഇപ്പൊ ഫോൺ വൈബ്രേറ്റർ ലൈൻ. പിന്നെ നേരിട്ട് പോയി പറഞ്ഞാ പോരെ. പുതിയ അവസരം ആർക്കാ? പഠിക്കാൻ എവിടെ തന്നെ നിക്ക്. ഈ ഒരു കാര്യം ചെയ്. ആ ഗിരീഷറിന്റെ ഗവൺമെന്റ് അവിടെ കട്ടേറ്റ് ചാറ്റോട് കട്ടേ. ആ ഗിരീഷറൊന്ന് പഠിക്കട്ടെ. 6 മാസമായി ഗവൺമെന്റ് പൈസ തന്നിട്ട്. നീ കുളിക്കറ്റാനായിരിക്കും. പിന്നെ ഞങ്ങളെന്താ മനുഷ്യന്മാരല്ലേ?
I see. ഐസി അല്ല മിനിക്കുട്ടി. Nonsense. Stupid. താങ്ക് യു. Well. Hey, mister. ഏ മിസ്റ്റർ You. We. ബി W. Act like a bloody fools. അത് നാട്ടുകാർ അസൂയക്കാർ വെറുതെ പറയുന്നതാ. Can't be found. അപ്പ പറഞ്ഞ നേരാ. നിങ്ങളെന്ത് ചേമ്പാണ് ഈ പറയുന്നത്? ഇത് വാങ്ങിച്ചിട്ട് വീടല്ലേ? അതിനെ മധു മരിക്കണം. ഇത് മധുവിന്റെ വീടാ. സോറി, വീട് മാറിപ്പോയി. ചേച്ചി ആരാ മോളെ? അന്നാ ചെന്നല്ല കേറി പോരി. ആരാ? പാണ്ഡിറ്റ്. പണ്ടിട്ടോ? Yes, സൂരജ് പാണ്ഡിറ്റ്. അങ്ങനെ ചോദിക്ക് വരച്ചേ. ഇവിടെ പുതിയ ക്യാബിന്റെ കാണിച്ചു കൊടുക്കാൻ പറ്റാ. അയ്യോ എവിടെ ഒന്ന് കേൾക്കാം. വനജേ. അയ്യോ ഇവിടെ ഒന്ന് ഇരുത്താം. കാലമോടെ ഇരിക്കുന്നുണ്ടല്ലേ ഇടിച്ച് പോ മനുഷ്യ. Thank you. ഇരിക്കരുത്. അല്ല ഓടി. Okay, it's okay. നിങ്ങളോടല്ല അപ്പു വാങ്ങിച്ചു. അവിടെ ഇവിടെ പല സ്കീമുകളുണ്ട്. ഐസ്ക്രീം ഉണ്ടോ? ഇങ്ങോട്ട് നിന്നൊരു ചിലപ്പോ ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കരുത് ഇംഗ്ലീഷ് അറിയില്ല. ഈ ബോർഡ് മതി കേട്ടോ. നല്ല ഇംഗ്ലീഷല്ലേ? എന്തേ ഇംഗ്ലീഷാ? 8ാം ക്ലാസ്സിൽ 3 കൊല്ല. മോളെ ചപ്പാത്തി കൊല്ലം കൊടുത്തു. വേണ്ട അച്ഛൻ അറിയാതെ ചിലപ്പോ ഉണ്ടാവും. അപ്പൊ വാങ്ങിച്ചു. എവിടെ ടി വി അല്ലേ നിങ്ങൾ കാണാണ്ടൂടെ? ടിവിയോ? അല്ല ഫ്രിഡ്ജ്. ഇതെല്ലാം കൂടെ കോഴിക്കോട് വാങ്ങിണ്ടല്ലോ. റോസ്റ്റ് കിട്ടാ. ഇവിടെ പറഞ്ഞ നേരാ. മജീദിന്റെ അടുത്ത് വാങ്ങിയാ ചുളി വിലക്കിയപ്പോ യു മീൻ സെക്കൻഡ്? അങ്ങനെ പറയാം. അങ്ങനെ പറയൂ. നിങ്ങൾ ദയവ് ചെയ്ത് മലയാളം പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. വിദ്യാഭ്യാസം നേരല്ലേ? ഈ വീട്ടിന് ഇത് മതി. ചേച്ചി ഒരു ഗ്ലാസ് വെള്ളം. അതേട്ടാ ചേച്ചി ആ റിമോട്ട് മോളെ റിമോട്ട് ഇവിടെ നോക്ക്. ഇവിടെ കൊണ്ട് വെച്ച് Machucalo, machucalo, machucalo. Machucalo, americano, papá. Derechito. Mentira, eso está cruzado como quiera. Machucalo, machucalo. Kulikita chati, kulikita chata, kulikita chata. ഒന്ന് അങ്ങോട്ട് മാറി ഇന്നടി. നിങ്ങൾക്ക് എന്താണ്? ഇങ്ങനൊരു ജസ്റ്റ് മിസ്. എനിക്ക് വെള്ളം വേണ്ടിട്ടല്ലേ വെള്ളത്തിന് ഭയങ്കര ചൂടാന്ന് പറഞ്ഞേ. അത് ഞാൻ പച്ചവെള്ളം കൊണ്ടത്താ നിനക്ക്. ചേച്ചി മാറി മതോട് കാണട്ടെ. എന്ത് കാണേ? തീ നന്നാക്കുന്നത് കണ്ടോട്ടടോ. നമുക്ക് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ. അതേട്ടാ Kulikita cha. Sekarang kita chati. വേണ്ട അവിടെ പോയി കുത്തിരിക്കി. ഒന്ന് അങ്ങോട്ട് മാറി നിന്നടി. ഒന്നിട്ട് എന്താണ് മനുഷ്യ? എനിക്കോ എനിക്ക് അങ്ങ് വരാം. സംശയ രോഗിയെ ആ ഇനി ഇംഗ്ലീഷോ? ശരി. പോക്കറ്റ് കരിക്കത്തിന് മോളെ മാറിക്കും. മോളെ ഷൂട്ട് അടിക്കൂ. ചേച്ചി എന്തായിട്ട് ഞാൻ അവിടെ വിറക് കീറാൻ വന്നല്ല. അതേട്ടാ മനസ്സേ എന്താ അതേട്ടാ? ചെറിയ സ്കൂൾ ഡ്രൈവറേ അച്ഛൻ കുറച്ചിക്കകത്ത് അതേട്ടാ അല്ല ചെറിയ സ്കൂൾ ഇല്ല അതുകൊണ്ടല്ലേ. എടോ ഇനി അതൊന്നും ഇട്ട് നോക്കണോ. ഇതിനെ പണല്ലേ പാറ്റി നോക്കും.
മോളെ അതൊന്ന് നോക്കിന്ന്. ചേച്ചി പറഞ്ഞാൽ പണ്ഡിറ്റിനെ കൊടുവാളുമായതും ചേട്ടാ പട്ടി തെണ്ടി മോൾ അങ്ങനെ പറയാൻ പാടില്ല. അച്ഛന് പറയാ. കേട്ടില്ലേ നിങ്ങള്? കേട്ടില്ലേ? ഇതാ പറഞ്ഞ ചെറിയ കുട്ടികൾ മുഴുവൻ തോന്നിയാസം പറയുന്നത്. ഇപ്പൊ എല്ലാ വീട്ടിലുള്ള കഥ അത്. മോളിനി അങ്ങനെ പറയരുത് കേട്ടോ. അച്ഛനും പറയണ്ട. അച്ഛൻ പറയുന്നില്ലല്ലോ, അമ്മ പറയിപ്പിക്കുന്നല്ലേ. മോളൂസ് അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനക്ക് എന്തിന്റെ കേടാണോ? അപ്പോ വാൻ ചേച്ചി ആ സ്വിച്ച് ഒന്ന് അതേട്ടാ ആട്ട് ഓഫാക്ക്. ഓഫാക്കി ആയിട്ട് ആട്ട് വർക്ക് ചെയ്തില്ലല്ലോ. ഓഫാക്ക്. ഓഫാക്കി ആയിട്ട് ആട്ട് ഓഫാക്ക്. ഓഫാക്കി. ആയിട്ട് ഹലോ, ഇതേ ഇതില് കുട്ടികളെ കണ്ടു വരുള്ളൂ. ആ ഇനിയിപ്പോ വരും. അതാർക്കറിയാട്ടെ? ആ ആ മതി മതി. കേൾക്കണ ആവശ്യം കൊടുക്കാൻ എല്ലാവരും വരി വരെ എന്നോട്. എന്താ ജീവരാജ്യത്തിന്റെ ജീവോ എന്നാ അങ്ങോട്ട് നിരന്നേക്കി. ആ ശരിയല്ലേ? തുറക്കണോ? ശരിയാക്കി തരാം. ഡയറിമിൽക്കാണോ? ആ ഡയറി മിൽക്കാ കൊണ്ടുവരും. ആ റെഡിയാകും. ആ ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങളോട് ഏറ്റവും ഇല്ല. ചാനൽ ദൈവം മനസ്സിലും കൂടെ ധ്യാനിക്കുക. അപ്പൊ കുട്ടിനെ അവിടെ വിളിക്ക. ചാനൽ ദൈവം നമ്മുടെ മനസ്സിൽ ധ്യാനിച്ച് അത്ര ഓറാക്കണ്ട. ഞാൻ ചൊല്ലുന്ന മന്ത്രങ്ങളോട് ഏറ്റവും ഇല്ല. ഓം ഈശാനോ, ഓം സൂര്യാനോ, ഓം മഴയിൽ മനോരമാനോ. ആ പേഷ്യന്റ് ഏട്ടാ കൊച്ചിടിയും കൂടിയേ. ആ ഓ വെച്ചടി കൊടുക്കാതെ കൊതു മതി മതി. അങ്ങോട്ട് അർപ്പിക്ക. ഇത് അലയിലേക്കല്ല ഇതിലേക്ക്. അപ്പൊ വാങ്ങിച്ചേച്ചി 1 മുതൽ 99 ചാനൽ വരെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 മുതൽ 99 ചാനൽ വരെ. എന്താ 100 കിട്ടൂല? 150 ഉറുപ്പിക്ക് ഞാൻ 500 ചാനലും 150 ഉള്ളി വാങ്ങി തരാം. ഞാൻ ഉപമയ്ക്ക് പറഞ്ഞാട്. അപ്പൊ വാങ്ങിച്ചേച്ചി ഞാൻ പോയിട്ട് എല്ലാ മാസം 1-ാം തീയതി വരാം. ആയിക്കോട്ടെ. 1-ാം തീയതി വരെന്താ ഗുരുവായൂരോ? 1-ാം തീയതി തന്നെയല്ലേ പറഞ്ഞ, അല്ലാണ്ട് രാത്രി 1 മണിയൊന്നുമല്ലല്ലോ. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ വീട്ടിൽ കേബിളിനെ കണക്ഷൻ കൊടുക്കാൻ എന്നെയാണോ ചൂടെടുത്ത് അടിക്കാൻ? എടുക്കണോ? എന്താ മോളെ? ചൂല്. ഹലോ മതോട്ട് കേസായിട്ട് ആ പരമ്പര മമ്മൂട്ടി അല്ലാതെ മമ്മൂട്ടിന്റെ കണങ്ങളിപ്പോ തെന്നിണ്ട്. മൃഗയാല മമ്മൂട്ടി എന്റെ അച്ഛനായിരിക്കും. അല്ല, മമ്മൂട്ടിനെ കാണാൻ നല്ല രസമുണ്ടെന്ന്. മതോട്ടാ സൂര്യ സീരിയലിലേക്ക് വ്യതിചലിക്കുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചന്ദ്ര ടിവിയിൽ മുടങ്ങാതെ കാണുക. വ്യക്തിബന്ധങ്ങളുടെ അമ്മായിയമ്മ തോന്നിന്റെ വചിച്ചുമാറിയ ദ്വാരസന്ധങ്ങളുടെ മുന്നക്കഥകൾ പറയുന്ന സ്ത്രീ ഒരു യോഗ്യ.
ചളി. ദേ ഇവിടെ ചളി. ദാ അവിടെ ചളി. ദാ ചളി. ഒറ്റ ചവിട്ടുണ്ടല്ലോ. ഇരുന്ന് പഠിക്കടി. പാഠം 30 മഴ. മഴ തിമിർത്ത് പെയ്യുന്നു, മഴ തിമിർത്ത് പെയ്യുന്നു. വീടുകളെല്ലാം ചോർന്നൊലിക്കുന്നു, വീടുകളെല്ലാം ചോർന്നൊലിക്കുന്നു. അച്ഛന് പണിയില്ല, അച്ഛന് പണിയില്ല, അച്ഛന് പണിയില്ല, അച്ഛന് പണിയില്ല, അച്ഛന് പണിയില്ല, അച്ഛന് പണിയില്ല. അച്ഛന് പണിയെന്ന് അച്ഛന് പണിയൊരു നേരല്ലേ അവിടെ. ആ പാഠം വായിക്കണം, അടുത്ത പാഠം വായിച്ചു കഴിഞ്ഞ്. ആ നല്ല കോളാവാണ് എനിക്ക്. ട്യൂഷൻ മാഷിന്റെ വരുന്നത്. ഓ പണ്ടാട്ട് കെട്ടി എടുത്തോ. അവിടെ 34 പോലീസ് വാഞ്ഞാടും. ആലീസ് മുന്നാടും. എന്തോന്നാണ് ഈ വായിക്കുന്നത്? ജോസ് പള്ളിക്കൂടം വിട്ട് കക്കൂസിലേക്ക് ഓടി. എങ്ങോട്ടോടി? അടുക്കളയിലേക്ക്. ഈ അടുക്കളയിൽ എത്താനോ കക്കൂസ്? കണക്കുണ്ടല്ലോ, മര്യാദക്ക് നോക്കി വായിക്കത്. എന്നെ പഠിക്കാൻ സമ്മതിക്കോ? മാഷേ ഈ അച്ഛനെ പഠിക്കാൻ സമ്മതിക്കില്ല. എന്താണ് മധു അത്? ഈ കുട്ടികളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ലേ? ഒന്ന് കേറി പോയാത്തേക്ക്. കിഞ്ച പോലെ തന്നെയല്ലേ? ഇന്നെന്താ ടി വി ഓർമ്മിക്കില്ലേ? സീരിയലൊന്നും ഇറങ്ങി പോയില്ലടാ. അച്ഛനെടുക്കും. എന്ത്? അല്ല ബക്കറ്റ് എടുക്കാൻ മറന്നു, അതുകൊണ്ടാ. അല്ലല്ലോ നീ പറഞ്ഞത്. ഞാൻ മനസ്സിനെ വിളിക്കണം. വനജേ ഞാൻ പോയിക്കോളാം. മനസ്സിനെ വിളിക്കുന്നു. ഓർമ്മല്ലേ അടി. എന്താ മധു? നല്ല സംസ്കാരമുള്ള അച്ഛൻ. എന്ത് ചെയ്യാനാ? അല്ല എന്നാലും എന്തോന്നാ ടി വി ഓർക്കാത്തത്? നിങ്ങൾ സീരിയൽ കാണാൻ വന്നയാണോ അതോ ഞാൻ പഠിപ്പിക്കാൻ വന്നയാണോ? ആഹാ, എന്നോട് ഇന്നലെ പഠിക്കാൻ പറഞ്ഞപ്പോ ഇനി പഠിച്ചോ? അതിപ്പോ പെട്ടെന്ന് ചോദിച്ചാ ഓട്ടെ. മലയാളം ഇതെല്ലാം എന്നാ ചോദിച്ചേക്കാം. സൂര്യപുത്രനായ കർണന്റെ കവച കുണ്ടലങ്ങൾ. അതല്ല അത് മോഷ്ടിച്ചതാര്? സരിതയോ? സരിത അല്ല, ശാലുമന. ഇത് പഠിക്കണേ. എന്നാലും ഇന്നെന്താ സീരിയല്? മാഷേ ഒരു സംശയം. പഠിക്കുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് സംശയം വളരെ നല്ലതാണ്. ചോദിച്ചോളൂ. ഈ സൈനൈഡിന്റെ ടേസ്റ്റ് എന്താ? സൈനൈഡിന്റെ ടേസ്റ്റ് ഉപ്പ് പുളി ഒരു ഉപ്പിലിട്ട മാങ്ങേണ്ടി. ഈ സൈനൈഡിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. അത് നാവ് വെച്ചാ ഉടൻ തന്നെ ആള് മരിച്ചു പോകും. അതൊക്കെ അറിയാൻ പിന്നെ ചോദിക്കേണ്ടീനോ? മാഷേ ഒരു സംശയം കൂടി. പഠിക്കുന്ന പ്രായത്തിൽ കുട്ടികൾക്ക് സംശയം അത്ര നല്ലതല്ല. അല്ല എന്നാലും ഒരൊറ്റ സംശയം. ഒരു സംശയം. ഞാൻ പോണോ? എന്നാ പോയിക്കോ. വല്ല പോയാലോ? മാഷോ വന്നുള്ളൂ. മോളെ ഓരോരോ സംശയങ്ങളെ. ഇവിടെ സംശയം കൊണ്ട് ഞാൻ തോറ്റു മാഷ്. അതിനെങ്ങനെയാ ഇപ്പൊ ദിവസം സ്കൂളില് പത്രം വായിച്ച് അതിലെ വാർത്ത എഴുതി കൊണ്ടുപോകുന്ന ഉത്തരവ് ഓർക്കൊന്നും അറിയണ്ടല്ലോ. നമ്മളെ പോലുള്ളവര് പാടുപെടുക. അത് ശരിയാ. ഇപ്പൊ പത്രം വായിച്ചാല് കുട്ടികൾക്ക് വായിക്കാൻ പറ്റിയ വാർത്തകളാണ് ഉള്ളത്. കൊലപാതകം, പീഡനം, ഒളിച്ചോട്ടം, കേട്ടതിന് പേടിയാണ്. അല്ല മനജേ, ഇന്ന് സീരിയൽ ഒന്നുമില്ല. എന്താ ടി വി ഓർക്കാത്തത്? നശിച്ച ക്രിക്കറ്റാ മാഷേ. ഓ ഭ്രാന്തന്മാരെ കളി. ഇതെന്നാ പോലെ തീരാ ഭ്രാന്തേ നിങ്ങൾ സീരിയൽ കാണോക്കാ? നിങ്ങളുടെ അച്ഛനും അമ്മേനെ എന്ത് വരെ പറഞ്ഞോളി. എന്റെ ക്രിക്കറ്റ് പറഞ്ഞോണ്ടല്ലോ. അമ്മേ ഞാൻ ക്രിക്കറ്റ് കണ്ടോട്ടെ അമ്മേ, പ്ലീസ് അമ്മേ. വേണ്ട, പോയി പഠിക്ക്. ഇല്ല എനിക്ക് കാണണോ? വേണ്ട, കാണണോ? ഈ കാണുന്നത് കാണണല്ലോ. കാണാനില്ല. അവിടെ നിൽക്ക്. എങ്ങനെ വളർത്തിയതാ? തറയെ വെച്ച് ഉറുമ്പരിക്കും, തല വെച്ച് പേരരിക്കും. എന്നിട്ടോട് പറയുന്ന കേട്ടില്ലേ? അപ്പൊ അമ്മേന്റെ തലയിൽ അത്രയും പേരേനു? നോക്ക് മാഷോട് തലക്കുത്തരം പറയുന്നത്. കേട്ടു, കിട്ടി. എന്തിനാ മോളെ വെറുതെ അമ്മേനെ കൊണ്ടുപോയി ചീത്ത അറിയിക്കുന്നത്? കുറച്ചേരം പഠിച്ചിട്ട് മോള് കുറച്ചേരം ക്രിക്കറ്റ് ഉണ്ടോ? മാഷേ നിങ്ങളെ സഭാ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല കേട്ടോ.
ഈ എന്തിനാ 5 8 ഇതാൽ ഒറ്റ ഒന്ന് പോരെ. മാഷെ നിങ്ങളെ വെങ്ങത്തേടെ കൂടെയല്ലേ റേഷൻ പീടിക പോലെ. ഈശ്വര ഇന്ന് കല്ലെന്നിട്ട് തലക്ക് എറിയില്ലായിരിക്കും. ഓള് പഠിക്കോ കളിക്കോ എന്താ ചെയ്തു മാഷിപ്പ് എന്താ ഈ ബഹളത്തിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടു മനസ്സേ. എന്താ മാഷേ? അല്ലെങ്കിൽ വേണ്ട നനജി അത് അറിയണ്ട. നനജിക്ക് വേണ്ട. എന്തായാലും പറ. നമ്മളെ സിന്ധുവിന്റെ കാര്യ. സിന്ധു എന്ത് പറ്റി? ആ കുട്ടി ട്രെയിനിൽ ചാടി വെച്ചു. എന്ത് നല്ല കുട്ടിയാണ്. അല്ലെങ്കിലും നല്ലവർക്ക് ദൈവം നേരത്തെ വിളിക്കും. ഇതാ പറയുന്നത് പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുത്. ഒക്കത്തിന് കാരണം ഏട്ടൻ്റെ ഒടുക്കത്തെ കുടിയാണ്. അതിന് ഓനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സേ. ഓളെ കയ്യിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഇന്നലെ ആളെ കറണ്ടില്ല. നാളെ നാളെ കറണ്ടുണ്ടെങ്കിൽ ഇപ്പൊ ശബരിക്കുന്ന സീനെങ്കിലും കാണാനില്ലേ മാഷേ? മനസ്സേ. അമ്മേ ഏതാ സീരിയല്? അപ്പോഴേ ഒരു ഭയങ്കര തലവേദന ആണ്. ഉണ്ടാവല്ലോ. ഇന്ന് ട്യൂഷൻ ഇല്ല. ഉണ്ടാവില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. അല്ല മാഷെ നാളെ ട്യൂഷൻ ഉണ്ടാവും? സീരിയൽ ഉണ്ടാവും. ഇല്ലെങ്കിലോ? ഉണ്ടാവൂല. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും മധുരാഗം മധുരദേവാമൃതം മധുരദേവാമൃതം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. പോയി കുറെ നേരായി. പഴയതൊന്നും മറന്നില്ല അല്ലേ? എങ്ങനെ മറക്കാനാ? അതും ഒരു കാലം. അല്ല മാഷ് ഇവിടെ എന്ത് വരാറുണ്ട്? മാഷിന് ഇവിടെ മോക്ക് ട്യൂഷൻ എടുക്കാൻ വരും. പിന്നെ മാഷിയുടെ സീരിയലും കാണലുണ്ടല്ലോ. പിന്നെ മാഷ് ഭാര്യ ഇവിടെ സീരിയൽ കാണല്. ഗീതയോ? ആ ഗീതേച്ചി എന്ത് നല്ല സ്വഭാവം അറിയോ? ആർക്ക്? ഓക്കോ? എനക്കില്ലടോ ഓളെ പറ്റി അറിയാഴ്ച. എനക്കൊരു കാര്യം അറിയോ? ഇഞ്ച മാധവേട്ടെ ടൗണിൽ പോയി വരുന്നേരം വലിയൊരു കിണ്ടി വാങ്ങി. കിണ്ടിയോ? ആ കിണ്ടി. ഇന്നിട്ടില്ലേ 2 ദിവസം ഞാൻ അതിനെ കൊണ്ട് കൈ അയക്കിയത്. 3 നോക്കുമ്പോ കിണ്ടി കാണില്ല. ഇല്ല ഇല്ല. അതല്ലേടോ പറഞ്ഞു വരുന്നത്. ഞാൻ അമ്മാശാണ കഴിഞ്ഞ ആഴ്ച ലേശം മുളക് പൊടിക്ക് പോയതാ. മുളക് പൊടിയോ? ഇഞ്ചാടില്ലായിട്ടൊന്നല്ല. ഇഞ്ച മാധവേട്ടൻ വരുന്നേരോ ഒക്കെ ഒന്നായിട്ടാ വാങ്ങിക്കൊണ്ടുവരിക. എന്താട്ടോ എനിക്കൊരു മുളല്. അത് നിങ്ങള് പറയും. എന്നിട്ട് ഞാൻ അവിടെ പോയേരുണ്ട്. അയ്യ മാഷ് ഇഞ്ച കിണ്ടിയോണ്ട് കയ്യായിരുന്നു. അതോര് കിണ്ടി അയക്കൂ. ഇഞ്ച കിണ്ടി ഉണ്ടോ എനിക്ക് അറിഞ്ഞൂടെ? ഇതൊക്കെ ശോഭേച്ചേ നിങ്ങൾ എന്നോട് പറഞ്ഞതോ പറഞ്ഞു. വേറെ ആരോട് പോയി പറയാൻ നിൽക്കല്ലേ? അത് ശരി. അല്ലെങ്കിൽ ഇടക്കോളെ പറഞ്ഞത് പിടിച്ചില്ലല്ലോ. ഇനി അവള് അടേ ചക്കരല്ലേ. നല്ലവരെ പറ്റി അപവാദം പറയും. ഇപ്പൊ ഞാൻ മോശം ഓള് നല്ലോളൂ. നിങ്ങളെ സ്വഭാവം എന്താ? എനിക്ക് നന്നായിട്ട് നിന്റെ സ്വഭാവം എന്താ അറിയാൻ ഇനി പറയുന്നേ. ഞാൻ ഇവിടെ ഈ TV കാണാൻ വരുന്ന ഇഷ്ടല്ലേ? എനക്ക് അതങ്ങ് പറഞ്ഞാ പോരെ. പറഞ്ഞു നീ ഒന്നും പറഞ്ഞില്ല. നീ ഒന്നും പറഞ്ഞില്ല. എനക്ക് എങ്ങനെയാ ഈ TV കിട്ടിയത് എനിക്കറിയാം. എനിക്ക് മാത്രല്ല ദാ ഇക്കാണോ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്തോ മാതു അയ്യ മാജിദ് ഖാനെ പറ്റിച്ച പൈസ കല്ലേ TV വാങ്ങിയത്. അമ്മേ അപ്പൊ അച്ഛൻ മജീദ് ഖാനെ പറ്റിച്ച്. ഈ വലിയ ശീലാവതൊന്നും ചമയണ്ട. എന്റെ അനിയൻ ഗൾഫിൽ പോയെന്ന് എനിക്ക് നന്നായിട്ട് അങ്ങനെ പോയേ. ഈ നാട്ടുകാർ മൊത്തം പറ്റിച്ച പൈസ കൊണ്ടല്ലേ എന്റെ അനിയൻ ഗൾഫിൽ പോയത്. തറവാടിന്റെ ശാപം മൊത്തം ഉണ്ടാവും. ഇന്നിച്ച് തറവാട്ടിലെ പറയില്ലേ. പാട്ടി
കോംപ്ലംപ്ലേസ് ആക്കിയാലോ? എന്ത് പ്ലേസ്? അല്ല ഒത്തുതീർപ്പേ. ചട്ടിയോ കോംപ്രമൈസ് ആക്കാൻ അവിടെ ഇരട്ടോള്. അനുജേ എന്താ ശോഭിച്ചേ? ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാക്കണ്ട കേട്ടോ. ഞാൻ അതാ കപ്പളെ മറന്ന്. മാനേജർ പറഞ്ഞിട്ടില്ലേ? എന്നാ പിന്നെ ശോഭിച്ച് പോട്ടെ മോളെ. പിന്നെന്താ? പോട്ടെ അനുജേ. ഞാനങ്ങനെ പോയൊന്നും ഇതിനൊന്ന് മുങ്ങി കുടിക്കണം, നല്ല വൃത്തിയോട് പോകുന്നു. എന്റെ വെള്ള തമ്മേ, നാളെ സീരിയൽ ഉണ്ടാവരുതേ, ക്രിക്കറ്റ് ഉണ്ടായാൽ മതിയേനെ. ഞാൻ 100 എണ്ണം കത്തിക്കാം. നേരത്തെ പറഞ്ഞ പോലെയല്ലേ, ഇതെന്തായാലും കത്തിക്കൂ. അല്ല ഇതിപ്പോ പറഞ്ഞ് 500 തന്നെ ആയല്ലോ. ഇതിലെ പൈസ ഇപ്പൊ എവിടുന്ന് കിട്ടൂ? ആ അമ്മേന്റെ പേഴ്സ് നിൽക്കാം, അതാവുമ്പോ അച്ഛന്റെ തലയിൽ കെട്ടി വെക്കുകയും ചെയ്യാം. ഓ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ട് വയ്യ. ആ തുളസിത്താറിനടുത്ത് മൂത്ത് വെച്ച് വെക്കരുതേ, അതിന്റെ മോള് ഒറ്റയില്ല. നമ്മെ ഞാൻ മൂത്രം ഒഴിക്കുന്നില്ല. ഓ പുതിയ സമ്മനം മുറി വയ്ക്കും. ആ വരുമ്പോ ലൈറ്റ് അടച്ചേക്ക് വരാന്തേലെ. ഓ ഇനിയിപ്പൊ അത് ഞാൻ ആക്കണം. ലൈറ്റ് നോക്കാക്കി ചങ്ങായി. അതല്ല ഇത്, ഇനി ഞാൻ തന്നെ നോക്കാക്കാം. നിന്നെ ഒഴിവാക്കിയിട്ടാണെങ്കിലും ശരി, ഈ വീടിന്റെ തകർച്ച ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. എന്റെ അമ്മയുടെ കണ്ണ് നനയാതിരിക്കാൻ. ഇത്രയും കിടന്ന് പ്രസംഗിച്ച ആളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചു എന്നാ പറയുന്നത്? അതോ ഭർത്താവിന് മടുത്തപ്പോ അങ്ങേര് കഴിക്കുന്ന ആഹാരത്തിൽ വല്ലതും കലക്കി കൊടുത്തോ? നിന്നെ നിന്റെ അമ്മയെ ഞങ്ങൾ വെറുതെ വിടില്ല. ഇനി നീ ആരെ കൈ ഉയർത്തി തല്ലില്ല. അതിനുള്ള പണിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഭീഷണി ഒന്നും വേണ്ട. ഇവിടെ നിന്ന് കൂടുതൽ ബഹളം വെക്കാൻ വേണ്ട. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ ചെയ്യേ. ഉപ്പുണ്ടോ, മുളകുണ്ടോ, മഞ്ഞളുണ്ടോ? ഇന്നിപ്പോ 3ാമത്തെ പ്രാവശ്യം ആ പണ്ടേക്ക് ഇങ്ങോട്ട് കേബിളിലെ പൈസക്ക് വരട്ടെ. ഞാൻ ആലോചിക്കാം, ഈ കസ്തൂരിമാൻ ഇളയവന്റെ ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാവോ? ഭർത്താക്കന്മാര് പഠിപ്പിക്കുന്ന ഭാര്യമാര് കണ്ണ് നനയാതിരിക്കാൻ. ഇത്രയും കിടന്ന് പ്രസംഗിച്ച ആളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ അച്ഛൻ അറ്റാക്ക് വന്ന് മരിച്ചു എന്നാ പറയുന്നത്? അതോ ഭർത്താവിന് മടുത്തപ്പോ അങ്ങേര് കഴിക്കുന്ന ആഹാരത്തിൽ വല്ലതും കലക്കി കൊടുത്തോ? വനജയുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടല്ലോ. ഞാനിപ്പം എലിമിനേഷൻ ആവുന്നില്ല. ഇത് എന്റെ മാത്രം അവസ്ഥയില്ല, കേബിൾ കണക്ഷനുള്ള ഒട്ടുമിക്ക വീടുകളിലെ അവസ്ഥ ഇത് തന്നെയാണ്. ഇതിനൊരു മാറ്റം വേണം. അതിന്റെ തുടക്കം ഈ മധുവിൽ നിന്ന് തന്നെ ആവട്ടെ. കാണിച്ച് തരാടി കണക്ക് ഞാൻ. വിവാഹത്തിന് മുൻപ് ഞാനെല്ലാം തുറന്നു പറഞ്ഞു. എന്നാ തിരിച്ചത് പറയില്ല. അതിന്റെ ടെൻഷനാ ഇപ്പൊ ഏറ്റവും. കരിഞ്ഞു മണക്കുന്നേ അതുകേട്ടാ. അടുക്കളയിൽ നിന്ന് കരിഞ്ഞു മണക്കുന്നത് പോയി നോക്ക്. ഓ ഓ എല്ലാരും അനുഭവിക്കുന്ന മോനെ, പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ സിദ്ധുവേട്ടന്റെ അടുത്ത് പോയി സീത കല്യാണിൽ സീതയ്ക്ക് ലൂസ് മോഷൻ ആയത് കാരണം ഇനി കസ്തൂരിമാനിലെ കസ്തൂരിയായിരിക്കും സീതാ കല്യാണിലെ സീത. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചന്ദ്ര ടിവിയിൽ മുടങ്ങാതെ കാണുക സ്ത്രീ ഒരു അന്നപൂർണേശ്വരി. ഇതൊക്കെ നേരത്തെ എന്നോട് പറയണ്ടേ? ഇപ്പോ കാവ്യച്ച് അതിനുള്ള ധൈര്യം കാണിച്ചു. എന്നാ എന്റെ ഒപ്പം ഉണ്ടായിട്ടും ശിവാനി എന്നോടൊന്നും പറഞ്ഞില്ല. വിവാഹത്തിന് മുൻപ് കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്വിതം. കൗസല്യ സുപ്രജാ അടുക്കളയിലെ പണിയൊന്നും കഴിയില്ല. പാത്രമൊന്നും കേകി വെച്ചിട്ടുമില്ല. മധുവേട്ടൻ അടുപ്പിൽ കിടക്കുക. മധുവേട്ടാ
അതോട്ടാ ഇനി ബാത്റൂം അപ്പൊ അതില്ലല്ലോ. എവിടെ പോയി? എന്നോട് പറയണ്ട, എവിടെ പോവാത്ത മനുഷ്യനാ. എനിക്കാണ് പേടിയാവും. എവിടെ പോയി കിടക്കുക? ഇന്നലാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്റെ മധുവേട്ടാ. മോളെ പിരിക്കുട്ടി, പെണ്ണ് നട്ടുച്ചേരി കിടന്നുറങ്ങ. ഞാൻ അങ്ങോട്ട് വരണേ, ഇങ്ങോട്ട് വരുന്നോ? നേരത്തെ നേരം വെളുത്തോ? എന്താ അമ്മേ? മോളെ അച്ഛനെ കാണുന്നില്ല. അച്ഛനെ കാണുന്നില്ലേ? ഇല്ല. ഇന്നലെ അടുക്കളയിലാണ്ട് കണ്ടറിഞ്ഞേ. അവിടെയൊക്കെ അമ്മ നോക്കി, അവിടെ ഒന്നും ഇല്ല. മോളൊന്നാ ബാബയുടെ പീടിയിൽ പോയി നോക്കും. അമ്മേ ഒരു 5 രൂപയോ? എന്തിനാ മോളെ? ലേസ് വാങ്ങാനോ? അച്ഛനെ കാണാണ്ടെക്കും മഴയുടെ ലേസ്. ഒന്ന് പോയി നോക്കടി. അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞിട്ട് എന്താ? അച്ഛനൊക്കെ എന്താ അറിയാം? ലേസിനെക്കാളും നല്ലത് പിങ്കാണ്. എന്നാലും അതോട്ട് എവിടെ പോയി? ഒരു പണിയും വരുന്നില്ല. തുള്ളി കളിക്കല്ല മോളെ, അച്ഛനെ കാണുന്നില്ല. അമ്മേനെ തുള്ളയാണ്ടല്ലേ അച്ഛൻ പോയത്. അമ്മേ എന്ത് ബാബോടെ വരുന്നുണ്ടേ? ഈ ബാബുവിനെ ശരിക്കും അറിഞ്ഞൂടാ. അലമ്പായാലും എന്നെക്കാട്ടും വലിയ അലമ്പാ. ഇവരോട് ചോദിച്ചാൽ മതി. കണ്ടം നിറച്ച് നായ്ക്കളാ. ഈ നായ്ക്കളെ കൊല്ലരുത് കൊല്ലരുത് നടക്കുന്ന കുറച്ച് നായ്ക്കളുണ്ടല്ലോ, ഓരാണ് ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത്. ഓർക്ക് എന്തോക്കാരാ? ഓർക്ക് രാവിലെ AC കാറിൽ നേരെ ഓഫീസിലേക്ക് പോവാ. അത് കഴിഞ്ഞ് തിരിച്ച് അതേ AC കാറിൽ തിരിച്ച് വീട്ടിലേക്ക്. നമ്മളപ്പോഴുള്ള സാധാരണക്കാരല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടത്. ഈ കണ്ടത്തിലും പറ്റി വെച്ചിട്ടുണ്ടോ? വഞ്ച ഈയായിരുന്നാ? എന്തിനാ വഞ്ച കരയുന്നേ? എന്തിനാ മോളെ കരയുന്നേ? ഞാനൊന്നല്ലേ പെണ്ണുങ്ങൾ കരഞ്ഞ അതും പീടണം. ഞാൻ പോട്ടെ. എന്തിനാ കരയുന്ന നിങ്ങള്? കാണുന്നില്ല. എന്തിനാ കരയുന്നത്? മധുരേട്ടനെ കാണുന്നില്ലേ? എല്ലായിടത്തിലും നോക്കി ഞങ്ങള്? എല്ലായിടത്തിലും നോക്കി. എല്ലായിടത്തും നോക്കിയോ? അമ്മ പൊട്ടേ അവിടെയൊക്കെ നോക്കുന്നേ. BBC ഷോപ്പല്ലേ വരുന്നത്? അല്ല എന്തൊരു പ്രശ്നം? യോടനെ പോയി ചോദിക്കി. മനജേ എന്തായാലും നമ്മളെ നമ്മളെ മാധുവേട്ടനെ കാണുന്നില്ല. അല്ലെ മാധുവേട്ടനെ കാണുന്നില്ല. അതുപോലെ കാണില്ല. എല്ലായിടത്തും നോക്കി ഞങ്ങള്. എല്ലായിടത്തിലും നോക്കി, ഇവിടെ ഇവിടെ കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ ശോഭ? നമ്മള് നിങ്ങളൊരു കാര്യം ചെയ്യും, അയ്യ മെമ്പർ എന്ന് വിളിച്ചു. അതാ നല്ലൊരു ഐഡിയ. മെമ്പർ വന്ന കാര്യത്തിനൊരു ഉഷാറാവും. ഫോൺ എവിടെ? ഇവിടെ റേഞ്ചും ഇല്ലല്ലോ. ജിയോ മോളെ എന്റെ അടുത്ത് കർമ്മൂസിനടുത്ത് പോയിക്കാൻ പറ. ഞങ്ങളെ കർമ്മൂസിനടുത്ത് പോയിക്കോളി. 1 കട്ട 2 കട്ട 3 കട്ട വേറെ നോക്കണ്ടല്ലോ. ഹലോ, നമ്പറല്ലേ? നിങ്ങളെവിടെയാ? കേരളത്തിലാ? കേരളത്തിലെവിടാ? കോഴിക്കോടാ? കോഴിക്കോട് എവിടാ? കേക്കാപ്പുറത്ത് എത്തിന്നോ? ആ നമ്പറല്ലേ വരുന്നേ? കാര്യങ്ങൾക്കൊക്കെ ഒരു സമാധാനായി. നമ്പർ വന്നാ ഇനി ഒരു പ്രശ്നമില്ല. നമ്പറൊക്കെ കയറി. ഹലോ ഹലോ ആ മൈക്കിന്റെ ബാസ് കുറച്ച് കുടിക്കും. വേദിയിൽ ദുഃഖിതയായിരിക്കുന്ന വനജ, പൗരപ്രമുഖനായ ബാബു,
അയൽവാസിയായ ശോഭ. അഖിലാണ്ട മണ്ഡല മേണ്ടാണ്ട കുട്ടിയോടോ ഇവിടെ ഒരാൾ വർത്തമാനം പറഞ്ഞിട്ടില്ലേ? പറഞ്ഞോളി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രതിപക്ഷത്തിന്റെ കറുത്ത കൈയിരിക്കുന്നു. ഇത് പാർട്ടി സമ്മേളനമൊന്നല്ല, ഇവിടെ മധുവിന്റെ വീടാ. ചില ശീലങ്ങൾ അങ്ങനെ അത് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. ഞാൻ അവിടെ മാറിക്ക് പോകും. വനജേ എന്ത്? ഓ കുളിപ്പിക്കാനെടുത്തായിരുന്നു. എന്ത് വിവരക്കേടാ മെമ്പറെ പറയുന്നത്? മധു മരിച്ചൊന്നല്ല, ഓളെ കാണേണ്ടിയതാ. നിങ്ങളൊന്ന് ഓളെ പോയി ആശ്വസിപ്പിച്ചാളി. വനജേ നീ എല്ലാ സ്ഥലത്തും നോക്കീനോ? എല്ലായിടത്തിലും നോക്കി മെമ്പറെ. ആ കിണറിലൊക്കെ നോക്കീനോ? നിങ്ങളിത് എന്ത് വർത്താനം മെമ്പറാ പറയുന്നത്? ബേജാറക്കുക. അങ്ങനെയാണെങ്കിൽ 3-1 പൊന്തല്ലോ. വെറുതെ അല്ല കഴിഞ്ഞ ഇലക്ഷൻ ഇയാള് തോറ്റ്. നിങ്ങൾ ഇവിടെ വിളിച്ചിരിക്കും. അല്ല ഇതാര്? ആ സെൽഫി കൂട്ടാക്കല്ലേ വരുന്നേ? ആ ചെക്കൻ വന്ന സെൽഫി ഹലോ. ആ ഞാൻ ഇവിടെ ഉണ്ടാ പഞ്ചത്തിന് വീട്ടുണ്ട്. ഇവിടെ ഭയങ്കര വിറ്റാണ് പോലെ. ഞാനെല്ലാം ഇവിടെ ചിരിച്ചിരിച്ച് ഇവിടെ എല്ലാരും ഉണ്ട്. ആ ആ ഇവിടെ ബാബുണ്ട്. ആ നമ്മളെ മൊയന്ത് ബാബു തന്നെ ഇവിടെ ഉണ്ട്. ആ ആ ഓ മെമ്പറില്ലാണ്ടിക്കോ? മെമ്പർ ഉണ്ട്. നമ്മളെ തോറ്റ മെമ്പർ ഇവിടെ ഉളുപ്പില്ലാണ്ട് വന്ന് ഉണ്ടിരിക്കുക പന്നി. ശോഭിച്ചിണ്ടാ? ശോഭിച്ചിന്റെ കളറാക്കിയല്ലോ. ആ നമ്മള് ബീബിന്ന് ശോഭ തന്നെ എല്ലാരും ഉണ്ട് ഇവിടെ. ആ നല്ല കൂടി ചിരിച്ചിട്ടില്ലല്ലോ പണ്ടാരടി കിടക്കാം. എടാ സീന് കോൺട്രയാണ്. കുറച്ച് എന്നെ വിളിക്കട്ടോ. വെച്ചോ ആക്ച്വലി കംപ്ലീറ്റ് മുപ്പത് മോത്താണോ? ഇതെന്ത് വർത്താനം പറയുന്നത്? ഇത് നിയമസഭയൊന്നുമല്ല, ഇംഗ്ലീഷ് ഇങ്ങനെ പറയാൻ. അതിന് ഞാൻ മുണ്ട് പൊത്തി കാണിച്ചിട്ടൊന്നുമില്ലല്ലോ. അതിന്റെ ഒരു കുറവും കൂടെ ഉണ്ട് ഇനിയിപ്പോ. എന്താ പ്രശ്നം? കാണുന്നില്ല. മധുവിന് കാണില്ലേ? എന്താ ഒരു കരച്ചിൽ, എന്താ ഒരു സെൽഫിക്കുള്ള സ്കോപ്പ് ഉണ്ട്. ചേച്ചി ഒരു സെൽഫി പ്ലീസ്. ചാൻസ് വൺ സെൽഫി പ്ലീസ്. മധുവേട്ടനെ കാണാനില്ല. അവിടെ പോണം. ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, യൂട്യൂബ്. ഇനി എന്റെ ബലമായ സംശയമുണ്ട്. മധു രാവിലത്തെ ഈവനിങ് വാക്കിനെറ്റാൻ പോയിട്ടുണ്ടാവോ? നിങ്ങൾ എന്ത് വിവരക്കേടാ മെമ്പറെ പറയുന്നേ? ആ വാക്കിന് പോകുമ്പോ മത ടാക്സി എടുത്തിട്ടല്ലേ പോലെ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആക്റ്റീവാ എല്ലാരും മോയന്തെന്ന് വിളിക്കുന്നേ. കിട്ടി. കിട്ടിയോ? മധുവിനെ കിട്ടിയില്ല. മധുവിനെ കാണാനുള്ള പോസ്റ്റിന് 50 ലൈക്ക്. എന്തിനാ വഞ്ചി കറിയുന്നേ? 50 100 100 200 ലൈക്ക് കൊണ്ട് ഞാൻ മരിക്കും. പിന്നെ എന്റെ തലയാവും. ചെക്കനൊക്കെ അടി കിട്ടാതെ കുറവാ മറ്റേ. പിന്നെ അല്ല ഞാൻ ആലോചിക്ക മധു അട്ടത്തെറ്റുണ്ടോ? ഒട്ടത്ത് കയറിക്കാൻ മധുണ്ട് പൂച്ചയോ? അല്ലല്ലോ എന്റെ മുന്നിലും അത് പൂച്ച തന്നെയല്ലേ. ഞാൻ പറയുന്നല്ല മോളെ. നാട്ടുകാർ പറഞ്ഞോ? നാട്ടുകാർക്ക് എന്നാ പറഞ്ഞൂടത്തെ ഒക്കെ പൊട്ടപ്പാടാ. എനിക്ക് എന്ത് വർത്താനം പറയുന്നത്? ഇതേതാ സ്ഥലം എന്താ അറിയോ? ബംഗളാ. ഫ്ലക്സ് കീറുമ്പോ എന്നെ കയറിപ്പോവും. ഇറങ്ങി കയറി പോയിക്കോ അങ്ങോട്ട്. വർത്താനം പറയുന്നുണ്ടല്ലോ. അല്ല മെമ്പറെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ?
എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കാൻ ആ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറയുന്നേ. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. കരയല്ലേ വഞ്ചേച്ചിയെ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? കൈയടി കൂട്ടാപ്പിയെ. കയ്യല്ലേ വഞ്ചേച്ചി, അതവിടെ നോട്ടെ. അങ്ങനല്ലേ വഞ്ചേച്ചിയെ? എന്താണ് ബാബട്ട ആണുങ്ങളിലേക്ക് വീട്ടുകാർ തോന്നുന്നു കളിക്കാം? കണ്ണ അടിക്കാൻ പഠിച്ചോ. ഞാൻ ആണുങ്ങളായിട്ട് വീട്ടുകാർ തോന്നിയാതി ശോഭ പഴയ സ്വഭാവം എടുക്കരുത്. നിങ്ങളിത് കണ്ടില്ല, വാദി പ്രതിയായി. വെറുതെ അല്ല എന്നാ മോനെ വിളിക്കുന്നത്. Hey, bro! Captain, bro! Yes! What's up, this? Yes! Come on! What is it? ഇനി അടുത്ത മാസം അവിടെ പൈസ ഇല്ല. ഞാൻ പൈസക്ക് വന്നല്ല, പുറത്തുനിന്ന് ഒരു ടോക്ക് കേട്ടിട്ട് വന്ന. എന്താ ബാബയുടെ പ്രശ്നം? ഞാൻ മധുവിനെ കാണുന്നില്ലടാ. Oh my God! Fantastic! Fabulous! Ridiculous! അപ്പറഞ്ഞത് ശരിയാ. എന്ത് അല്ല അപ്പ പറഞ്ഞത് അത് വളരെ ശരിയാ. അല്ല അതിന്റെ അർത്ഥം എന്തെന്നാ? ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇത്ര ഫിറ്റ്നസ് ആയിട്ട് ഞാൻ ഒരു പഞ്ചിന് പറയും. ഓന്റെ ഒരു പഞ്ച് അല്ല പിന്നെ. അല്ല അഞ്ചേ, ഇന്നലെ നിങ്ങള് രാത്രി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിനിയോ? ഇന്നലെ രാത്രി ഞാനും അതോട്ടനും പരസ്പരം സീരിയലും കണ്ട് കിടന്നതാ. അല്ല പരസ്പരം കണ്ട് പരസ്പരം എന്തായി? എന്ത് വർത്താന ശോഭ പറയുന്നത്? ഒരാള് വിഷമിച്ചിരിക്കുമ്പോഴാണ് അങ്ങനത്തെ വർത്താനം പറയാ? അല്ല വഞ്ചേ, സത്യത്തിൽ പരസ്പരം എന്തായി? ഞാൻ ആലോചിക്ക, ഇനിയിപ്പൊ മധു സീതാ കല്യാണിനെ കല്യാണം ചെയ്ത പോലെ ട്രെയിൻ എങ്ങാ തല വെച്ചോ? ട്രെയിനൊക്കെ കൈ വേറെ, കാല് വേറെ, തല വേറെ, ഉടൽമാലയെല്ലാം പുറത്തു ചാടി തലച്ചോറൊക്കെ ചിന്നി ചെതറി. ഞാനിപ്പോ എലിമിനേഷൻ റൗണ്ടിലാണ്. ഇതെന്റെ മാത്രം അവസ്ഥയല്ല, കേബിൾ കൺട്രോളിലും ഒട്ടുമിക്ക വീടുകളിലും സ്ഥിതി ഇത് തന്നെയാണ്. ഞാനിപ്പോ എലിമിനേഷൻ റൗണ്ടിലാണ്. അമ്മേ, ഒരു കത്ത് അടുക്കളയിൽ കിട്ടിയതാ. കത്ത് മാത്രമുള്ള വഞ്ചേ, മണി ഓർഡർ ഒന്നുമില്ലേ? എന്ത് വർത്താനോട്ടോ പറഞ്ഞു? ഇന്നലെ അങ്ങോട്ട് പോയിട്ടല്ലോ. ഒക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പ്രിയപ്പെട്ട വഞ്ചകിന്നോ പരസ്യക്കീന്നാ ഞാൻ വായിക്കുന്നില്ല. വായിക്ക് വഞ്ചേച്ചി, ക്ലൈമാക്സ് അല്ലേ? പ്രിയപ്പെട്ട വനജയ്ക്ക് ഞാൻ പോന്നു. തുണി അലക്കി എൻ്റെ കൈ വെളുത്തു. അടുക്കളയിലെ കരി പറഞ്ഞു എൻ്റെ മനസ്സ് കറുത്തു. പരസ്പരവും ചന്ദനമഴിയും സീതാ കല്യാണം വാനം പാതയും നിറഞ്ഞു നിൽക്കുന്ന നിന്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം എത്രയോ ചെറുതാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ഞാൻ പോവുകയാണ് സീരിയലുകളൊന്നുമില്ലാത്തൊരു ലോകം തേടി. മിനിക്കുട്ടിയെ നന്നായി നോക്കണം, പിന്നെ കേബിളുകാരന് പൈസ കൊടുക്കാൻ മറക്കരുത് എന്ന് സ്വന്തം മധു വേണ്ട. കരയണ്ട, മധു വരും. ഞാൻ പോവുക. എനിക്ക് ഇന്നെങ്കിലും അടുക്കളയിൽ കയറണം. എന്റെ മാധവേട്ടന് ചോറും കറിയും വെച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ നാളെ ഇതുപോലൊരു കത്ത് എനിക്കായിരിക്കും. ഞാനും പോവാ. എനിക്ക് തിരുവനന്തപുരത്തേക്ക് ഞാൻ വിളിച്ചു നോക്കട്ടെ. ഇന്ന് വൈകിട്ട്
ഒരു അനുശോചന യോഗം ചേരുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പിരിവും കൂടിയുണ്ട്. എനിക്കൊരു വലിയ TV വാങ്ങാലോ. ബാബു ബാഗ് ഓട്ടടാ, നീ അടുത്ത അച്ഛനെല്ലാം കാണുക. കരയിലെ വണ്ടി ചേച്ചി വരാനുള്ളത് വഴി തങ്ങൂല. അത് ഓട്ടോ പിടിച്ചാണെങ്കിൽ വരിക തന്നെ. ഒരു സെൽഫി എടുത്തോട്ടെ അവസാനമായി. കാണിച്ചു തരാടി നിന്നെ ഞാൻ. കാണിച്ചു തരാം. കിട്ടി, ഏറ്റവും കിട്ടി. എല്ലാരും എഴുതിക്കോ. മകളുടെ പീഡനം സഹിക്കും വല്ലാതെ അച്ഛൻ നാട് വിട്ടുപോയി. കണ്ടില്ലേ, ന്യൂ ജനറേഷൻ. കുറ്റം പറയല്ല, കണ്ടുപിടുത്തങ്ങളൊക്കെ നല്ലതാ. പക്ഷെ അത് മനസ്സിനെ നിയന്ത്രിക്കാൻ പാടില്ല. വഞ്ചേച്ചി പണ്ടിത്ത് പോവാ. എന്നാലും കസ്തൂരിമാനിലെ മീനാക്ഷിന്റെ അവസ്ഥയായി പോലും വഞ്ചേച്ചി. കരഞ്ഞു, സങ്കടം കഴിയുന്ന പോലെ കരഞ്ഞു. ബാബു മോഹൻദാ എന്നാലും പറയാം, മനുഷ്യന്റെ കണ്ണിൽ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു കാലം വരും. അന്ന് ഈ സങ്കടങ്ങളല്ലാതാവും. വനജ എന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിക്കുക, പരസ്പരം എന്തായി? വെറുതെ അല്ലടി എന്റെ അച്ഛൻ പോയത്. കരയില്ല അമ്മേ. അമ്മ കരഞ്ഞ ഞാനും കരയും. അമ്മേ, സീരിയൽ തുടങ്ങാനായിട്ടോ? എന്ത് സീരിയൽ പോണെ? അച്ഛൻ പോയില്ലേ? പിന്നെ ആകാശദൂതിന്റെ അവസാന ഭാഗ. എന്തുപോണെ? ആകാശദൂത്. ആകാശദൂത്.